തമിഴ്നാട് തിരുവള്ളൂരിൽ അമ്മയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്ന് മകന്റെ ക്രൂരത. ആവടി ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ കരാർ ജീവനക്കാരനായ എസ് പാർത്ഥസാരഥിയാണ് അമ്മ പത്മാവതിയെ കൊലപ്പെടുത്തിയത്. വീൽ ചെയറോടെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. ആദിൽ പാലോട് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തത്ര വലിയ ക്രൂരതയാണ്. എന്താണ് ഈ പ്രതി പോലീസിന് നൽകുന്ന മൊഴി? തമിഴ്നാട്ടിൽ നിന്ന് നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവള്ളൂർ മണവൂർ സ്റ്റേഷനിലാണ് സംഭവം. ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരൻ സ്വന്തം അമ്മയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊന്നു എന്നുള്ളതാണ്. പാർത്ഥസാരഥി എന്നു പേരുള്ള 44 വയസ്സുകാരൻ അമ്മ രോഗിയായ പത്മാവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. 71 വയസ്സാണ് ഈ അമ്മയുടെ പ്രായം. അമ്മ രോഗബാധിതയായിരുന്നു. അങ്ങനെ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. ഈ സ്റ്റേഷനിലെത്തുന്നു. സാധാരണഗതിയിൽ ട്രെയിനുകൾ നിർത്താത്ത 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയും ഒരു ട്രെയിൻ വന്നപ്പോൾ അതിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയുമായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഒരു അപകട മരണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു വീൽ ചെയർ ഈ ട്രാക്കിന് സമീപം കണ്ടെത്തുന്നു. CCTV പരിശോധിച്ചപ്പോഴാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് അമ്മയുമായി മകൻ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും വിശദമായ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഇയാളെ പാർത്ഥസാരഥിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടരുകയാണ്. അമ്മയെയും ഒപ്പം ശാരീരിക പരിമിതിയുള്ള ഒരു സഹോദരനെയും താൻ പരിചരിക്കുകയായിരുന്നു. ഇതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചത് എന്ന് മകൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട്ടിലാണ് നടുക്കുന്ന ഈ കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്നത്. ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.